ഇതേ അഗസ്റ്റിൻ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയായിരുന്നു. മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന പേരിൽ തട്ടിപ്പ് നടത്തി എന്ന ചില കണ്ടെത്തലുകൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് GST വകുപ്പ് അവിടെ സാമ്പത്തികമായി തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ മെസ്സിയെ കൊണ്ടുവരാൻ എന്ന പേര് GST വെട്ടിപ്പ് നടന്നു എന്ന് ഇപ്പോഴിതാ മന്ത്രി കെ മുരളീധരൻ തന്നെ സ്ഥിരീകരിക്കുകയാണ്. മെസ്സിയുടെ പേരിൽ പുട്ടടിച്ച കാര്യം പുറത്തുവരും. നിയമം ലംഘിച്ചവർക്ക് എതിരെ കർശന നടപടി ഉറപ്പാണ് എന്നുകൂടിയാണ് മന്ത്രി പറയുന്നത്. അത് നന്നായിട്ട് വെട്ടിച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കുകയും ചെയ്യും. അത് നന്നായിട്ട് വെട്ടിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഉണ്ടാവും, എല്ലാ അന്വേഷണവും ഉണ്ടാവും. അത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, വരാത്ത മെസ്സി വരുമെന്ന് പറഞ്ഞിട്ട് പുട്ടടിച്ചവരൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. ഒരു സംശയം കാര്യത്തിൽ വേണം. എന്തായാലും മെസ്സി വരും കേട്ടോ എന്ന സർക്കാരിന്റെ പ്രതികരണവുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. മെസ്സി വന്നില്ല എന്ന് മാത്രവുമല്ല, ഇപ്പോൾ സ്പോൺസർമാർ അതിന്റെ പേരിൽ വലിയ ക്രമക്കേട് നടത്തി എന്ന് ധനവകുപ്പ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വീഴ്ചകൾ വിവിധ വകുപ്പുകളുടെ മേൽനോട്ടത്തിൽ, പ്രത്യേകിച്ച് കായിക വകുപ്പും ധനവകുപ്പും ഒക്കെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണം ആണ് ഇത് സംബന്ധിച്ച് മുന്നോട്ട് പോകേണ്ടത്. അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാകും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇഡിക്ക് കൈമാറുന്നതിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാവുക. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് മുഖ്യമന്ത്രി VD സതീശന് സമർപ്പിച്ച റിപ്പോർട്ടിലെ ഗുരുതരമായ പരാമർശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ബഹുമുഖ അന്വേഷണം സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. GST വെട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പിക്കുകയാണ് സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗമായിരുന്ന മന്ത്രിമാരിലേക്കും ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ മുഴുവൻ മുൻ കായിക മന്ത്രി കൂടിയായ V. അബ്ദുറഹ്മാൻ നിഷേധിക്കുന്ന പശ്ചാത്തലമാണ് ഉണ്ടായത്. എന്നാൽ മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും അറിയാതെ ഇങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിക്ക് സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് UDF സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിലേക്ക് കൂടി അന്വേഷണം നീളും എന്ന സൂചനകളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാരുമായി ഔദ്യോഗികമായ ഒരു കരാർ ഉണ്ടാക്കാതെ എങ്ങനെ AFIയുമായും ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കി അവർക്ക് ആദ്യഘട്ട പണം കൈമാറാൻ കഴിഞ്ഞു? ആ പണത്തിന്റെ സ്രോതസ് എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ധനവകുപ്പ് പ്രത്യേകമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇതിൽ സർക്കാരിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ, ഇമെയിൽ സംവിധാനങ്ങൾ, അതോടൊപ്പം കായിക മന്ത്രിയുടെ ഓഫീസ് സംവിധാനങ്ങൾ ഒക്കെ ദുരുപയോഗം ചെയ്യപ്പെട്ടു ഈ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി എന്ന ഒരു കണ്ടെത്തൽ കൂടി റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഈ സ്വകാര്യ വ്യക്തിക്ക് അത്തരത്തിൽ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ക്രമക്ക് വഴിവിട്ട സഹായം ചെയ്തു നൽകുന്നതിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനധികൃതമായി ഇടപെടൽ നടത്തിയത് ആരാണ്, അതിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഫലം അവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന ദിശയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ ധനവകുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ നടത്തുന്ന അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ അന്വേഷണം ഇനി തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതായത് നിലവിൽ ലഭിച്ചിരിക്കുന്നത് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് മാത്രമാണ്. ആ റിപ്പോർട്ടിനപ്പുറത്തേക്ക് വിശദമായി അന്വേഷണം നടത്തുന്നതിലൂടെ കണ്ടെത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഏതെങ്കിലും ഒരു ഏജൻസി ഇതിൽ അന്വേഷണം നടത്തിയാൽ മതിയോ, അതോ അതിനപ്പുറത്തേക്ക് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ സർക്കാർ നിർബന്ധിതമാകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തും. എന്തായാലും പ്രാഥമികമായ അന്വേഷണം ഉടനടി പൂർത്തിയാക്കിക്കൊണ്ട് ഇതിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേവലം ഒരു വകുപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വിവിധ വകുപ്പുകൾ ഒന്നിച്ച് ബഹുമുഖ അന്വേഷണം മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ചാനലിനെയും അതിന്റെ മാനേജ്മെന്റിനും അവരുടെ സാമ്പത്തിക ഇടപാടുകളെ കേന്ദ്രീകരിച്ചുമൊക്കെ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.